കറക്റ്റ് അല്ലേ? ഹേ ഗായ്സ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മളുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താ? എൻ്റെ ചാനലിൽ, നമ്മുടെ ചാനലിൽ 10K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ 11K സംതിങ് ഉണ്ട്. അപ്പോൾ അതിന് സ്പെഷ്യലായിട്ട് ഞാൻ കുറേ നാളായിട്ട് പറയുന്നു, ഒരു Q&A ചെയ്യാം. പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇട്ടാലേ എനിക്ക് ആൻസർ തരാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് ചുമ്മാ ആൻസർ തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളോട് 2-3 പോസ്റ്റുകളിലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ അതിൽ കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു Q&A വീഡിയോ ചെയ്യാം. മീൻസ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഹാക്ക് ചെയ്യുന്ന ചേച്ചിയായിട്ടല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് മിക്സിങ് ചെയ്യുന്ന ചേച്ചി, അല്ലെങ്കിൽ പ്രേതക്കഥ പറഞ്ഞ ചേച്ചി, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ എന്നെ കണ്ടേക്കുന്നത്. പറ്റിയുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ, സീറോയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ഒരു ചാനൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കൊണ്ടുവരുമ്പോൾ മ്യൂസിക് കവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെതായിട്ടുള്ള ചെറിയ രീതിയിൽ പാട്ടൊക്കെ പാടിയിടുന്ന ഒരു യൂട്യൂബ് ചാനൽ അത്ര ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് മുൻപ് ഞാൻ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാനൊരു കുക്കിംഗ് ചാനൽ തുടങ്ങി. പക്ഷെ അതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അത് ഞാൻ സ്റ്റോപ്പാക്കി. അങ്ങനെ രണ്ടാമത് തുടങ്ങിയ ഒരു ചാനലാണ് ഇത്. ഈ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് 4 വർഷമായി. വിശ്വസിക്കുന്നില്ലല്ലോ, 4 വർഷമായി. നിങ്ങൾ എന്നെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഈ 4 വർഷത്തിൽ തുടക്കത്തിൽ കുറച്ച് നാൾ ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പൊക്കെ എടുത്തിട്ടാണെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് താഴേക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയപ്പോൾ ഞാൻ നല്ല ബ്രേക്ക് എടുത്തു. അങ്ങനെ 1.5 വർഷം അവിടെ പോയി നിന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഡാൻസും അല്ലെങ്കിൽ പാട്ടും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ സമയങ്ങളിൽ കിട്ടുന്ന ഒഴിവ് സമയങ്ങളല്ല, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഗ്യാപ്പ് എടുത്തിട്ട് പോവും. എന്നിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ ടൈം ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യണം, വർക്കിംഗ് അവേഴ്സ്. അങ്ങനെയൊക്കെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡാൻസ് അങ്ങനെയൊക്കെ ഉള്ളത്, നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് പോയിട്ട് അങ്ങനെയൊക്കെ എടുത്ത് വീഡിയോ ചെയ്യുന്ന ആയിട്ടായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് 1.5 വർഷം കഴിഞ്ഞപ്പോൾ റിസൈൻ ചെയ്തപ്പോൾ ഞാൻ ഫ്രീ ആയി. അപ്പോഴാണ് പിന്നെ ഞാൻ ഈ ഒരു യൂട്യൂബിലേക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ഒന്നും ആയിട്ടില്ലെങ്കിൽ ഈ ഒരു 10,000 കോടിയുടെ ഇതാന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ ഈ 10,000-ൽ ഓരോരുത്തരെയും എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരാണ്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് നിർത്തിവെച്ച യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് എന്തോ 150 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായുള്ളൂ. 150 എന്നിട്ട് അവിടെ പോയിട്ട് അതൊരു 10, 400, 500 അങ്ങോട്ടാക്കിയെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല. അത്രേ ഉള്ളായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ്. ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്കാണ് ഞാൻ കുറച്ച് വീഡിയോ ചെയ്യുകയും ചിലതൊക്കെ ശ്രദ്ധിക്കപ്പെടുകയും അതിൽ കൂടെ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയും. അപ്പോൾ ഇതുവരെ എൻ്റെ കൂടെ നിന്ന് ത്രൂ ഔട്ട് കമൻറ്റൊക്കെ ഇടുന്നവരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്, മാക്സിമം റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലവ് യു ഗൈസ്. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാതെ ഞാൻ എന്താണെന്നറിയാൻ വേണ്ടിയിട്ടല്ലേ ഈ Q&Aയിൽ നിൽക്കുന്നത്, നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറയാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. ആ പോസ്റ്റ് ഞാൻ കുറച്ച് മുന്നേ ഇട്ടതാണ്. അപ്പം ആ പോസ്റ്റിൽ ഞാൻ 3 ആഴ്ചയ്ക്ക് മുന്നേ ഇട്ടതാണ്. അപ്പോൾ ആ പോസ്റ്റിന് താഴെ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫസ്റ്റ് തന്നെ കിടക്കുന്നത് സന്തോഷ് കെ സനു എന്ന് പറയുന്ന അക്കൗണ്ടിൽ, ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് പ്ലീസ് പറയാമോ? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി. അനിയൻ വർക്ക് ചെയ്യുന്നു, അനിയത്തി പഠിക്കുന്നു. ഓക്കെ. ഡെഫ്രം എന്നാണോ അതോ പി സൈലൻ്റ് ആണോ? ഒരു അങ്ങനെ ഒരു അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ നിന്ന് സിംഗിൾ ഓർ കമ്മിറ്റഡ് അത് പറയാറായിട്ടില്ല, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പറയണം എന്ന് വിചാരിച്ചിട്ടാണ്. സോ അത് ഞാൻ പറയാം. പീരീഡ്സ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് ആണോ? ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ പിള്ളേരെ പോലെയൊന്നും അല്ല. അപ്പോൾ വിചാരിക്കും ശേഷം 90s അല്ലായിരുന്നു ഏറെക്കുറെ. അപ്പോൾ ഇപ്പോഴത്തെ പോലെ പിള്ളേരത്തെ പോലെ ഒന്നും എനിക്കറിയില്ലായിരുന്നു ഈ സാധനം എന്താണെന്ന്. എനിക്ക് 6ാം ക്ലാസ് കഴിഞ്ഞ് 7 ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിൻ്റെ നമ്മൾ 7ലേക്കുള്ള വലിയ പരീക്ഷയില്ലേ, ആ സമയത്ത് ഒരു ജനുവരിയിലായിരുന്നു എനിക്ക് ഫസ്റ്റ് പീരീഡ്സ് ആയത്. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ കണ്ടു, ഞാൻ കരഞ്ഞു, ഞാൻ പൊട്ടിക്കരഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്താണെന്ന്. അങ്ങനെ പിന്നെ അമ്മയൊക്കെ പറഞ്ഞു തന്നു. ക്ലാസ്സിലെ ഫസ്റ്റ് ആൾ ഞാനായിരുന്നു പീരീഡ്സ് ആവുന്നത്. കാരണം ഒരു സമയം കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കും, പീരീഡ്സ് ആയോ, ഡേറ്റ് ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരുടെ മൈൻഡ് സെറ്റ്. അപ്പം 5-10 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 2-3-4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ആദ്യമായിട്ടായതുകൊണ്ട് ഇത് ഹൈഡ് ചെയ്ത് പിടിക്കണം പിള്ളേരത്, കൊച്ചല്ലേ. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞാലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതാണെങ്കിൽ മറ്റേ റിയാക്ഷൻ വെച്ച് 4 ദിവസമൊക്കെ ആബ്സെൻ്റ് ആയിട്ട് കണ്ടുപിടിക്കാനിരിക്കുന്ന ക്ലാസ്മേറ്റ്സ്. അതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഞാനായിരുന്നു തുടക്കക്കാരി. പിന്നെ ഹൊറർ എക്സ്പീരിയൻസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ മേളിൽ കൊടുത്തേക്കാം. അത് ഓൾറെഡി അത് ആയതുകൊണ്ടായിരിക്കുമല്ലോ ഹൊറർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. എനിക്കത് അന്ന് തോന്നിയ കാര്യം ഞാനത് പറഞ്ഞു. കുറച്ച് പേരെന്നെ പങ്കാളിട്ടോ, കുറച്ച് പേരെന്നെ സപ്പോർട്ട് ചെയ്തു. അത് മാത്രമേ ഉള്ളടാ, വേറൊന്നുമില്ല. ഓരോരുത്തർ വന്നിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്, ചേച്ചി ഇനിയും പറയും. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല ഇനി. ഹൗ മെനി മെമ്പേഴ്സ് ഇൻ യുവർ ഹോം?
ഞാനും കൂടെ ചേർത്ത് 5 പേര്. ബെസ്റ്റ് മോയ്സ്ചറൈസർ എനിക്ക് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് ആൻഡ് കീയുടെ സീക്ക ആണെന്ന് തോന്നുന്നു, ഒരു പച്ച കളർ ബോട്ടിലിരിക്കുന്നത് ജെൽ മോയ്സ്ചറൈസർ. അതെനിക്ക് നന്നായിട്ട് വർക്കായി കേട്ടോ. എനിക്ക് അങ്ങനെ ഫേസിൽ എക്സ്ട്രാ പിമ്പിൾസ് ഒന്നും വന്നില്ല. ബെസ്റ്റ് സൺസ്ക്രീൻ ഇപ്പോൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലോട്ടസ്. അപ്പോൾ അത് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അത് അങ്ങനെ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു പുതിയതൊരെണ്ണം പുള്ളിക്കാരി തന്നു. പക്ഷെ അത് അത്യാവശ്യം റേറ്റ് ആവും, 800 രൂപയൊക്കെ ആവും. പക്ഷെ സൺസ്ക്രീനിന് റേറ്റ് ആണ് പൊതുവേ. പക്ഷെ അതെനിക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് വർക്കിംഗ് ആയെന്ന് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വർക്കിംഗ് ആയെന്ന് പറയുന്നതുകൊണ്ട് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ സ്കിന്നിന് ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് വന്നിട്ടില്ല. അതാട്ടോ ഞാൻ പറയുന്നത് എനിക്ക് വർക്കിംഗ് ആയെന്ന്. പിന്നെ സ്കിൻ കെയർ എനിക്ക് പ്രത്യേകിച്ച് സ്കിൻ കെയർ ഇല്ല. സത്യം, സ്കിൻ കെയർ ഇല്ല. ഇങ്ങനെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ ഫേസ് ക്ലിയർ ഒന്നും അല്ല, പക്ഷെ എൻ്റെ ഫേസിൽ ഒത്തിരി പാടൊന്നുമില്ല, കുഴിയൊക്കെ നല്ല പോലെ ഉണ്ട്. പിന്നെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് പോയാൽ മസ്റ്റായിട്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യും, പിന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, ലിപ് ബാം മസ്റ്റായിട്ട് യൂസ് ചെയ്യും. ബിഫോർ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് എന്തായാലും ഞാനൊരു ലിപ് ബാം എന്തായാലും യൂസ് ചെയ്യും, അത് നിർബന്ധമാണ്. പിന്നെ ഡ്രൈ ആയെന്ന് എപ്പോൾ തോന്നുന്നു അപ്പോൾ ഒക്കെ ഇട്ട് കൊടുക്കും. ലവ് യു ചേച്ചി. താങ്ക് യു. ലവ് യു ടു. പിന്നെ ആ കുട്ടി തന്നെ ചോദിച്ചിട്ടുണ്ട് ടീനേജേഴ്സ് സ്കിൻ കെയർ. ടീനേജേഴ്സിൻ്റെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്കിന്നാണ്. ആ സമയത്ത് നമ്മൾ മാക്സിമം സ്കിൻ കെയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളൊരു സൺസ്ക്രീൻ, ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു സൺസ്ക്രീനും ഒരു മോയ്സ്ചറൈസറും പിന്നെ ഒരു ലിപ് ബാമും, അത് മാത്രം മതി. ലിപ് ബാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ് ബാം യൂസ് ചെയ്തുകൊണ്ട് എനിക്കുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പൊക്കെ ആയാലും നമ്മുടെ ചുണ്ടൊന്നും അങ്ങനെ പൊട്ടി അങ്ങ് ഓവർ ആവത്തില്ല. പക്ഷെ പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് സ്കിൻ കെയർ ചെയ്തതിന് ശേഷമാണ് ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ, ഈ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊട്ടിയിട്ട് സ്കിന്നിങ്ങനെ പൊളിഞ്ഞ് ഇങ്ങനെ കുറച്ച് അത് ഉണങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊളിക്കാനുള്ള ടെൻഡൻസിയാണ്. പൊളിക്കും, അപ്പോൾ പൊട്ടും, കുളിക്കുമ്പോൾ നീറും. അപ്പോൾ ഞാൻ ഈ സ്കിൻ കെയർ മീൻസ് മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ആ സാധനം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ, നിങ്ങൾ ഒത്തിരി സാധനങ്ങളൊന്നും കണ്ടൊന്നും വാരി തേക്കരുത്. പിന്നെ ഇപ്പം കുറച്ച് ഇപ്പോൾ കുറച്ച് ഫെയർ അല്ലാത്തവർ കുറേ ക്രീമും അതും ഇതൊക്കെ വാരി തേച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ നിങ്ങൾ എന്താണോ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. വേറെ കുറേ ആൾക്കാർ നിങ്ങളിലേക്ക് പ്രഷർ കൊടുക്കുക, അയ്യോ ഇങ്ങനെയാണ് അങ്ങനെയാണ്, അതിനൊന്നും ബോധർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഹാപ്പി അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പരമാവധി ആൾക്കാരും ഈ ക്രീമൊക്കെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ കുറേ ആൾക്കാരുടെ ചുറ്റും നിന്നിട്ടുള്ള ഈ കളിയാക്കലോ അതും ഇതൊക്കെയാണ്. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. കാരണം ഈ കുറേ ഉണ്ടല്ലോ സ്കിൻ ലൈറ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ബാരിയർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിചാരിക്കും ദൈവമേ എനിക്ക് എൻ്റെ സ്കിൻ ബാരിയർ ഒന്ന് ശരിയായാൽ മതി. കാരണം സ്കിൻ ബാരിയർ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിട്ടിട്ടും കാര്യമില്ല. സ്കിന്ന് നമ്മൾ വെയിലടിച്ചാൽ പോലും പെട്ടെന്ന് റിയാക്ട് ചെയ്യും. സ്കിന്ന് വെയിൽ കൊള്ളാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആവശ്യമായിട്ട് പരിപാടിയിലൊന്നും പോകരുത്. നിങ്ങളുടെ ടീനേജേഴ്സിൻ്റെ അടിപൊളി സ്കിന്നാണ്, നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രം പോയാൽ മതി. പിന്നെ ജ്വല്ലറി കളക്ഷൻസ് എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ അടുത്ത് ജ്വല്ലറി കളക്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞി ഒത്തിരി വലിയ മെയിൻറ്റെയിൻ ചെയ്യേണ്ടാത്ത കമ്മലുകളില്ലേ, അത് ഈ ഇതുപോലൊരു ബോക്സിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ 5 വർഷം മുന്നേ ഉള്ള കമ്മൽ ഇപ്പോഴും ഉണ്ടാവും. ഞാൻ അങ്ങനൊന്നും കളയത്തില്ല. പണ്ടുള്ള, അതുകൊണ്ട് തന്നെ കൂടെ പഠിച്ചവരൊക്കെ ഇത് അന്ന് കണ്ട കമ്മലല്ലേ, ഇത് ഇപ്പോഴും ഉണ്ടോ അങ്ങനെ ചോദിക്കും. അപ്പോൾ അങ്ങനെ കളയാറില്ല ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കമ്മൽ, ഞാൻ സ്റ്റഡ് അധികം യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ജിമ്മൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത്, കളർ പോയതൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അതാണ്, ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഒരു സ്റ്റോറേജ് ബോക്സാണ്. കാരണം ഇത് ആവശ്യത്തിന് നോക്കി കഴിഞ്ഞാൽ ഇത് വല്ല പറമ്പിലും കിടക്കും ഓരോ സാധനങ്ങൾ. അതുകൊണ്ട് പിന്നെ എനിക്ക് ജോലി കിട്ടി, സ്വന്തമായിട്ട് ഏണിങ്സ് തുടങ്ങാൻ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അത് തുടങ്ങിയതിന് ശേഷം എൻ്റെ ഒരു ചെറിയൊരു വള കളക്ഷനാണ്. ഇത്രയേ ഉള്ളൂ എനിക്ക്. അപ്പോൾ പൈസ കയ്യിലുള്ളപ്പോൾ വാങ്ങിച്ച് വെക്കുന്നതാണ്. എൻ്റെ ആകെ ഇത്രയും വളയേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു വളയുടെ വലിയൊരു കളക്ഷൻ വേണമെന്ന് എൻ്റെ ആഗ്രഹം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വള. പിന്നെ ഈ ഒരു കമ്മലും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അങ്ങനെ വലിയ വള ഇങ്ങനെ കമ്മൽ കളക്ഷൻ ഒന്നുമില്ല. നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ 40 രൂപ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇപ്പോൾ കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ വാങ്ങിച്ച കമ്മലുകളാണ്. പിന്നെ ഈ മീഷോയിലൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ വാങ്ങിച്ച കമ്മല. ഒത്തിരി വലിയ ആഡംബരമായിട്ടുള്ള കമ്മലുകളൊന്നും ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മറ്റേ കുന്തൻ ജ്വല്ലറി ഇല്ലേ, അതിൻ്റെ വലിയ കമ്മൽ. ഇതിപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഇപ്പം നടുക്കത്തെ മേടിച്ചപ്പോൾ ഞാൻ കണ്ടില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ കണ്ടു ഇതിൻ്റെ കല്ലില്ല. അപ്പോൾ ഞാൻ ദൂരെ നോക്കുമ്പോൾ അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ കുന്തൻ ജ്വല്ലറിയുടെ യെല്ലോ, മെറൂൺ,
പിന്നെ അങ്ങനത്തെയൊക്കെ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട്. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ചേച്ചി ഫോട്ടോ എടുക്കാൻ യൂസ് ചെയ്യുന്ന ഫോൺ, എൻ്റെ ഫോൺ iPhone 15 ആണേ. ഇതൊരു 5-6 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന പഴയ ഫോണാണ്. ഇത് ഞാൻ വർക്കിൻ്റെ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിക്കണ്ടേ, അല്ലെങ്കിൽ ഞാൻ ബുക്കിൽ എഴുതി വെക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ യൂസ് ചെയ്യുന്നത്. നിഷ ജയൻ, ഹൊറർ എക്സ്പീരിയൻസ് ഇനിയും ഉണ്ടെങ്കിൽ പറയാമോ? ഇനി ഇല്ലടാ, ഇനി അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുപോലൊന്നും എക്സ്പീരിയൻസ് ഒന്നുമില്ല. എൻ്റെ പൊന്നെ ഉറപ്പിക്കല്ലേ. പിന്നെ സന്തോഷ് കേസാണ് എന്നെ ചോദിച്ചിട്ടുണ്ട്, ആർ യു സിംഗിൾ ഓർ കമ്മിറ്റഡ്? ഗോപകുമാർ സുന്ദരേശൻ, ഹായ് ചേച്ചി. ഹായ്. പിന്നെ സജിൻ സ്റ്റുഡിയോസ്, വാട്ട് അബൌട്ട് യു, ടെൽ അബൌട്ട് യു. അപ്പം ഞാൻ എന്നെപ്പറ്റി തന്നെ പറയാം. എൻ്റെ പേര് ശ്രീലക്ഷ്മി രാമദാസ് എന്നാണ്. അത് തന്നെയാണ് എൻ്റെ യൂട്യൂബിൻ്റെ പേരും കൊടുത്തേക്കുന്നത്. കാരണം എനിക്കറിയില്ല, എനിക്കൊരു ലക്കുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ ഒന്ന് 2-3 പേരൊക്കെ അറിഞ്ഞു തുടങ്ങുവാണെങ്കിൽ നമ്മൾ എന്താണോ യൂട്യൂബിന് പേരിടുന്നത് ആ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ പേര് ആൾക്കാരങ്ങ് മറക്കും. അതാ എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം. അതാ എന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ പേരും പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഞാൻ അറിയപ്പെടുമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല, പക്ഷേ എങ്ങനെ 2 പേരെ അറിയുമ്പം എൻ്റെ ഒറിജിനൽ ഓൺ ഐഡൻറ്റിറ്റിയിൽ എല്ലാവരിലേക്കും അറിയുന്നവരിലേക്ക് എത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫുൾ നെയിം തന്നെ കൊടുത്തത്. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതെൻ്റെ പാഷനാണ്. ബട്ട് എൻ്റെ പ്രൊഫഷൻ അതല്ല. അതിനെപ്പറ്റി കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ കൂടെ ഞാൻ പറയാം ബാക്കി. ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റിലെ ശാലിനി KD അമാല്യ എന്ന് പറയുന്ന അക്കൗണ്ടിൽ ചേച്ചിയുടെ പ്ലേസ് എവിടെയാണ്, വീട്ടിൽ ആരെല്ലാം ഉണ്ട്, ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? എൻ്റെ പ്ലേസ് എറണാകുളത്ത് നോർത്ത് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും എൻ്റെ സ്വന്തം സ്ഥലത്തിലുള്ളവരുണ്ടോ? എൻ്റെ പരിചയക്കാരല്ലാത്ത സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ്. വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ഈ പറഞ്ഞ പോലെ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, ഞാൻ. ഇത്രയും പേരേ ഉള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പിന്നെ അതിൻ്റെ താഴെ ബിനൂസ് എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്ന് ചേച്ചി പഠിക്കുവാണോ അതോ ജോലി ചെയ്യുകയാണോ? പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി. ഞാനിപ്പോൾ കറൻ്റ്ലി വീഡിയോ എഡിറ്ററാണ്, പ്രൊഫഷണൽ വീഡിയോ എഡിറ്ററാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെഡ്ഡിങ് ഫീൽഡാണ്. വെഡ്ഡിങ്സിൽ ഫുൾ വീഡിയോ, ഹൈലൈറ്റ്, റീൽസ് അല്ലാതെയും ചെയ്യുന്നുണ്ട്. ബേസിക് എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ പർപ്പസ്ഫുള്ളി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് വെഡ്ഡിങ് ഫീൽഡാണ്. അങ്ങനെ അതാണ് എൻ്റെ ഇപ്പോഴത്തെ ജോബ് എന്ന് പറയുന്നത്. ഇതൊക്കെ എൻ്റെ പാഷനാണ്. ബൈ പ്രൊഫഷൻ ഞാനൊരു എഡിറ്ററാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 2-3 കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ഇറങ്ങി. എക്സ്പീരിയൻസ് ആക്കിയതിന് ശേഷം ഞാൻ ഫ്രീലാൻസിലേക്ക് ഇറങ്ങി. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എൻ്റെ പ്രൊഫഷൻ. എൻ്റെ പാഷനും പ്രൊഫഷനും തമ്മിൽ നല്ല സിങ്കുണ്ട്. കാരണം ഞാൻ വീഡിയോ ക്രിയേറ്ററാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ എഡിറ്റർ ആയതുകൊണ്ട് അറ്റ് എ ടൈം എനിക്ക് ക്രിയേറ്റും ചെയ്യാൻ പറ്റും, എനിക്ക് എഡിറ്റും ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ എനിക്ക് എഡിറ്റിങ്ങിൽ വലിയ ബുദ്ധിമുട്ടില്ല. തുടക്കത്തിൽ നമ്മൾ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, അവർക്ക് എഡിറ്റിങ്ങും പഠിക്കണം, സെപ്പറേറ്റ് ഇതിനു വേണ്ടി പഠിക്കണം. പക്ഷെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അതാണ് എനിക്ക് എൻ്റെ ഒരു ഈ ജോലി കൊണ്ടുള്ളൊരു പോസിറ്റീവ് സൈഡെന്ന് എനിക്ക് തോന്നിയത്. ഇനി പണ്ട് ഞാൻ ഇതുപോലെ നമ്മൾ ആരെയും വിട്ട് കളയരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തിന് മുന്നേ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. Q&A ചെയ്യാൻ അന്ന് താല്പര്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് Q&A ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ഇട്ടിട്ടുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ 6 മാസം മുന്നേ 7000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ എനിക്കൊരു Q&A ചെയ്താലോ എന്നൊരു പ്ലാൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞിട്ട് അന്നതാരും കണ്ടിട്ടൊന്നുമില്ല. 5 ലൈക്ക്. മനോജ് ബാബു എന്ന് പറഞ്ഞു, ഫേവറേറ്റ് കളർ എന്താ? ഫേവറേറ്റ് കളറ് എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഉണ്ടല്ലോ, ഓരോ പ്രാവശ്യം ബ്ലാക്ക് പോയി സെലക്ട് ചെയ്ത് വരുമ്പോൾ അറിയത്തില്ല എൻ്റെ കയ്യിൽ ഇത്രയും ബ്ലാക്ക് ഡ്രസ്സുകളുണ്ടെന്ന്. സത്യമില്ല, നിങ്ങളും അങ്ങനെയല്ലേ? നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ ബ്ലാക്കിൽ പുള്ളി ഉള്ളതാവാം, ചിലപ്പോൾ പൂവുള്ളതാവാം, ചിലപ്പോൾ പ്ലെയിൻ ബ്ലാക്ക് ആവാം, ചിലപ്പോൾ ചുരിദാറാവാം, ടോപ്പാവാം, അങ്ങനെ ജീൻസിൻ്റെ ടോപ്പാവാം. അങ്ങനെ പല ഇതിൽ എനിക്ക് ബ്ലാക്ക് ഒത്തിരി ഉണ്ട്. മീൻസ് ഇപ്പോൾ വീട്ടിലിടുന്നതിനകത്താണെങ്കിലും ജിമ്മിൽ പോകുന്നതിനകത്താണെങ്കിലും എല്ലാം ബ്ലാക്കാണ്. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആണെങ്കിൽ എനിക്ക് എല്ലാ കളേഴ്സ്, അത് എനിക്കറിയില്ല എങ്ങനെ എടുക്കും, ആൾക്കാർ എങ്ങനെ എടുക്കുമെന്നറിയില്ല, പക്ഷേ എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോയാൽ ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ കളേഴ്സും എടുക്കണം. ഓരോ പ്രാവശ്യം എടുക്കുന്നതാണെങ്കിലും ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ട്രൈ ചെയ്യണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നത് മസ്റ്റാർഡ് യെല്ലോയും വൈറ്റ്, ഇത് രണ്ടും ട്രൈ ചെയ്യണം എന്ന് അങ്ങനെ ഇങ്ങനെ ആഗ്രഹം വരും ഇടയ്ക്കിടയ്ക്ക്. ഹോബീസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോബീസ് ഒന്നും നടക്കാറില്ല. എനിക്ക് എല്ലാം കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ സ്പേസൊക്കെ സമയം കണ്ടെത്തിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഹോബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്.
ഞാൻ ഡാൻസ് പഠിച്ചിരുന്നു, പക്ഷേ എൻ്റെ കാലിനൊരു ഇഞ്ചറി വന്നതിന് ശേഷം ഞാൻ ഡാൻസ് നിർത്തി. പക്ഷേ എൻ്റെ കംഫർട്ട് സോണിൽ വെച്ച് ഞാൻ ഡാൻസ് കളിക്കും. ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ. പിന്നെ പാട്ട് പാടാൻ ഇഷ്ടമാണ്. ഇടയ്ക്ക് ഇങ്ങനെ തോന്നണം. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു റാൻഡമായിട്ടൊരു യൂട്യൂബ് എന്തെങ്കിലും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുന്നു. ഓ കൊള്ളാലോ. പിന്നെ നേരെ അതിൻ്റെ കരോക്കെ പോയി തപ്പിയിട്ട് ഇരുന്ന് പാട്ട് പാടും. അങ്ങനെ അതാണ് ഹോബീസ്. ഇൻസ്പിറേഷൻ ടു സ്റ്റാർട്ട് ദിസ് ചാനൽ. എടാ, ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാമോ? ഈ ഹെയർ സ്റ്റൈൽ വീഡിയോസൊക്കെ ഇല്ലേ, ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കാണും. ഞങ്ങളുടെ കോളേജിൽ പോകുമ്പോൾ അവിടെ ഫ്രീ വൈഫൈ, ഒരു സമയത്ത് ജിയോ ഭയങ്കര വൈറലായിരുന്നു. ജിയോയ്ക്ക് എന്തോ ഓഫർ അങ്ങനെ എന്തോ. അപ്പോൾ കോളേജിൽ ഫുള്ള് ഫ്രീ വൈഫൈയാണ്. അപ്പോൾ അധികം ഫോൺ അങ്ങനെ അലൗഡ് അല്ല, പക്ഷെ എല്ലാവരും ഫോൺ കൊണ്ടുവരും. വൈഫൈ അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ഇതിരുന്ന് അതെന്തോ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമ്മളുടെ ഫോണിൽ എന്തോ അടിച്ചു കൊടുക്കുമ്പോൾ എന്തോ കോഡ് വന്നിട്ട് അങ്ങനെ എന്തോ അടിച്ചു കൊടുക്കുമ്പോഴാണ് ഈ വൈഫൈ കണക്റ്റ് ആവുന്നത്. എന്നിട്ട് നമ്മൾ ഈ യൂട്യൂബിൽ, അപ്പം നമുക്ക് ആ സമയത്തൊന്നും അധികം നെറ്റ് റീചാർജ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ കോളേജിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഈ ഹെയർ സെറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്തിടും. എന്നിട്ട് ആ ഡൗൺലോഡ് ചെയ്തിരുന്നിട്ട് ഇപ്പോൾ വീട്ടിൽ വന്ന് കാണും. വീട്ടിൽ വന്നിട്ട് ഇരുന്ന് അങ്ങ് കാണും. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് എന്ന് പറയുന്ന ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനിയനാണ് ഈ യൂട്യൂബ് ഭ്രാന്ത് തലയിൽ വന്നത്. അവനാണ് പറഞ്ഞത് ഇതിനകത്തുനിന്ന് പേയ്മെൻറ്റ് കിട്ടും, ഇന്നതുപോലെ ആവണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കിതിൻ്റെ വേറൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ എനിക്ക് തുടങ്ങണം, എനിക്കൊന്ന് കുറച്ചുകൂടി സെറ്റായിട്ട് തുടങ്ങണം എന്ന് പറഞ്ഞ് കുറേ വർഷമായി. അവസാനം ഞാൻ തുടങ്ങി, ഞാൻ ഇവിടം വരെയായി, അവൻ തുടങ്ങിയില്ല. അപ്പോൾ അതായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അവനാണൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ. അവൻ കാരണമാണ് ഞാൻ ഇത് തുടങ്ങിയത്. അല്ല എനിക്കറിയില്ല. ഇപ്പം ഇത്രയും ഒക്കെ ഡെവലപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇത് മാത്രമല്ല ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടുന്നതുകൊണ്ട് ചിലപ്പോൾ മേ ബി ഇപ്പം എല്ലാവർക്കും അറിവുണ്ട്. കാരണം യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടും, അതൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തുടങ്ങിയേനെ. അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഒത്തിരി വീഡിയോസ് ഉണ്ട്, താഴേക്ക് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എൻ്റെ വീഡിയോസിന് ക്വാളിറ്റിയേ ഇല്ലായിരുന്നു. ആദ്യമായിട്ട് ജോലി കിട്ടിയിട്ടാണ് ഞാനൊരു റിംഗ് ലൈറ്റ് വാങ്ങിക്കുന്നത്, ഒരു 1000 സംതിങ്ങിൻ്റെ. അത് റിംഗ് ലൈറ്റ് വാങ്ങിച്ചു, അത് പ്രോപ്പറായിട്ട് വെച്ച് ചെയ്യാനുള്ള ഒരു ഹെൽത്തോ അല്ലെങ്കിൽ ഒരു സമയമോ ഒന്നും എനിക്കില്ലായിരുന്നു. റൂമിൽ വന്നാൽ കിടന്ന് ഉറങ്ങാന്നുള്ളത്. നമ്മളുടെ ജോലി കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാത്രിയൊക്കെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം 11 മണിക്കൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പൗഡർ എന്തെങ്കിലും ഇട്ടിട്ട് വീഡിയോ ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ ലോങ് വീഡിയോസിൽ താഴെ ഞാൻ ഫസ്റ്റ് മുടി കളർ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ ചത്തായിരിക്കുന്നതിൻ്റെ അകത്ത്. ഞാൻ 11 മണി ആ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ. അന്നാണെങ്കിൽ മൈക്കൊന്നുമില്ല, ഫുൾ ഓൺ വോയിസാണ്. എൻ്റെ പണ്ടത്തെ വീഡിയോസിലോട്ട് കയറി നോക്കിയാൽ മനസ്സിലാവും എന്ത് ചേഞ്ചാണ് വന്നേക്കുന്നത്. ഇപ്പോൾ സംസാരത്തിലാണെങ്കിലും ഞാൻ എന്നറിയോ, ഞാൻ ഇങ്ങനെയായിരുന്നു. അയ്യോ അവരൊക്കെ അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ ചെയ്താലേ എനിക്കും എന്തെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോസ് ആൾക്കാരൊക്കെ കാണുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഓരോരുത്തരെയും ഡിഫറെൻ്റ് ആക്കുന്നത് അവരുടെ പ്രസൻറ്റേഷനാണ്. ഇപ്പം മറ്റൊരാളുടെ പോലെയല്ല, ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എൻ്റേതായിട്ടുള്ളൊരു ശൈലിയുണ്ട്, അതിൽ നമ്മൾ നിന്നാലേ കാര്യമുള്ളൂ എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. അതൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരുന്നു. എൻ്റെ ആ റിംഗ് ലൈറ്റ് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പം അത് അടിച്ചു പോയി. പിന്നെ വേറൊരു റിംഗ് ലൈറ്റ് വാങ്ങിക്കുന്നതും അതൊക്കെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാട്ടോ. പിന്നെ ഞാൻ EMIയിൽ ഒരു മൈക്ക് എടുക്കുന്നതും ഒക്കെ എനിക്കൊരു ഈ മോട്ടിവേഷനിൽ തന്നെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോ കാര്യങ്ങളും നടന്നിരിക്കുന്നത്. കുറച്ച് പേര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. ഞാനൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാൻ ഈ പറയുന്നതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ. പിന്നെ മെമ്മറബിൾ പാർട്ട് ഓഫ് യൂട്യൂബ് ജേർണി, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായിരുന്നു മെമ്മറബിൾ പാർട്ട് ഓഫ് യൂട്യൂബ് ജേർണി. ഇപ്പം നേരത്തെ ഹാക്ക് ഞാൻ ചെയ്യായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ സംസാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ തന്നെ സംസാരിച്ച് ചെയ്തപ്പോൾ ഓരോരുത്തരൊക്കെ വന്നിട്ട് ഞാൻ ചെയ്യുന്ന ഇത് നല്ല രസമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രസൻറ്റേഷൻ കൊള്ളാം, എന്താ പഠിച്ച്, അങ്ങനെയൊക്കെ ഓരോരുത്തർ വന്ന് കമൻ്റ് ഇട്ടേ. അതപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം റെക്കഗ്നീഷൻ കിട്ടുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ കഴിവ് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, മറ്റുള്ളവർ അംഗീകരിക്കുമ്പോഴല്ലേ. പിന്നെ ബർത്ത്ഡേ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒക്ടോബർ 27 അപ്പോൾ ഇത്രയും പേരൊക്കെയാണ് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആരുടെയും ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം 100 ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ, ആകെ കുറച്ച് പേരെ എനിക്ക് ചെയ്തുള്ളൂ. അപ്പോൾ കൂടെ നിൽക്കുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും മാക്സിമം എനിക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, എൻ്റെ റീച്ചായ വീഡിയോയിലാണെങ്കിൽ പോലും എന്തിലാണെങ്കിൽ പോലും ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ നോക്കുന്നുണ്ട്. ചിലതൊന്നും എനിക്ക് നോട്ടിഫിക്കേഷൻ വരത്തില്ല. അപ്പോൾ മറ്റൊരു Q&Aയിൽ കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാമിലി കുറച്ചും കൂടെ വലുതാവട്ടെ. ഇതുപോലെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.